നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി ഇന്ന് ഏത് രീതിയിലാണ് പലരും അവതരിപ്പിക്കുന്നത്? പല ഗ്രൂപ്പുകളും അതൊരു തെറ്റായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഭജനയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭക്തിയോ അതോ പട്ടി ഷോയോ എന്ന് വെച്ചിട്ട് ഇന്നലെ നമ്മളൊരു ഭജനയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റാണ് കൈകൊട്ടിക്കളിയെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ശരിയാണ്, നോക്കുമ്പോഴത്തേക്ക് കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇന്നത് പല രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഭജനയെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഭജന എന്ന് പറയുന്നതിന് പകരം ഞാൻ ഭജന എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തെറ്റാണ്, അങ്ങനെ പറയരുതെന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക, നമ്മുടെ ഈ ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ ഈ ഭ എന്ന് പറയുന്നതിന് പകരം ഫ എന്ന് പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ എങ്കിലും ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൽ വളരെയധികം മാനിക്കുന്നു. അപ്പോൾ അത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൈകൊട്ടിക്കളിയിലേക്ക് വരാം. പണ്ടത്തെ കാലത്തെ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കൈകൊട്ടിക്കളി അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ടും തമ്മിൽ എന്തൊരു അന്തരമാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഈ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്ന ഗ്രൂപ്പുകളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ഡാൻസ് അല്ല, ശാന്തവും ലളിതവുമായിട്ടുള്ള ചുവടുകളായിരിക്കും. നമ്മുടെ പാരമ്പര്യവും സ്ത്രീകളുടെ ഐക്യവും ഭക്തിയും പ്രകടിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഈ തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ഒരു ഘടകമാണ് തിരുവാതിരക്കളി. ഇത് സ്ത്രീകളുടെ സന്തോഷവും ഐക്യവും കുടുംബ ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്ന ഒരു ഉത്സവം തന്നെയാണ്. തിരുവാതിരക്കളിയുടെ പാട്ടുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന പാട്ടുകൾ എന്താ? പാർവണേന്ദു മുഖി പാർവതി, ആ പാട്ട് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ പ്രണമിക്കുന്നേ. ഇതിനൊക്കെ ഞങ്ങൾ ചുവടുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്ന പാട്ടുകൾ ഇത് രണ്ടുമായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും ഒന്നുകിൽ ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുമുണ്ട്. അന്നത്തെ തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്തു, തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി, നടുക്ക് ഒരു നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് കുറച്ച് പേരിങ്ങനെ വട്ടത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കലയായിരുന്നു ഈ തിരുവാതിരക്കളി. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇന്ന് പല ഗ്രൂപ്പുകളിലും നമ്മുടെ ആ തിരുവാതിരക്കളിയുടെ ആ സൗന്ദര്യം, യഥാർത്ഥ സൗന്ദര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മോഡേൺ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇത് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഒരു കൈകൊട്ടിക്കളിക്ക് വന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ ഇവിടെ വായിക്കാം. പണ്ട് തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ ഒരു അന്തസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ഈ വക കളികൾ കാണുമ്പോൾ തിരുവാതിര എന്ന കല തന്നെ നിന്നു പോകുന്നു. എത്ര അർത്ഥമായിട്ടുള്ളൊരു കമൻ്റാണ്. അടുത്ത കമൻറ്റ്, കളിയൊക്കെ കൊള്ളാം, ഇത്രയും തുള്ളിച്ചാടി കളിക്കണം, എല്ലാവരും കൂടി ആ പാട്ടിൻ്റെ താളത്തിൽ കളിച്ചാൽ എന്ത് ഭംഗിയായിരിക്കും, എല്ലാവരും കഴിവുള്ളവരാണ്. വേറൊരു കമൻറ്റ്, സെറ്റ് സാരി ഉടുത്തുകൊണ്ടുള്ള ഡെപ്പാൻ കൂത്ത്. വേറൊരു കമൻറ്റ്, തിരുവാതിരയും പറയൻ തുള്ളലും കൂടിയുള്ള കൊളാബറേഷനാണ് ചേച്ചി ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് തിരുവാതിരക്കളി ഇല്ലാത്ത ഒരു ആഘോഷമില്ലായിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നത് തിരുവാതിരക്കളിയാണ്. പണ്ടൊക്കെയുള്ള വീടുകളിൽ 10 ദിവസം വരെ, നമ്മൾ അത്തം തുടങ്ങി 10 ദിവസം വരെയും ഈ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പണ്ടുള്ള വീടുകളിലൊക്കെ. അയലത്തുള്ള എല്ലാ ചേച്ചിമാരും എല്ലാവരും കൂടി ചേർന്ന് 10 ദിവസവും ഒരു വീട്ടിൽ കൂടിയിട്ട് തിരുവാതിര കളിക്കുമായിരുന്നു. അത് 10ാമത്തെ ദിവസം വളരെ ആഘോഷപൂർവ്വമാണ് ഇത് കളിക്കുന്നത്. അത്രയധികം മനോഹരമായിട്ടൊരു കലാരൂപമായിരുന്നു ഈ തിരുവാതിരക്കളി.
പക്ഷെ ഇന്നത് പലരും ഉപയോഗിക്കുന്നത് ബിസിനസ്സായിട്ടാണ്. പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു മാർഗം, ഭയങ്കരമായിട്ട് ആ ഒരു കലയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പല ട്രൂപ്പുകാരും അവതരിപ്പിക്കുന്നത്. കുറേ കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ തിരുവാതിര കളി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ പഴമയുടെ, നമ്മുടെ ആ ഒരു കലാരൂപം തന്നെ മാറി ഇപ്പം ഇന്ന് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പുതിയ തലമുറകൾക്ക് ഇതേ അറിയത്തുള്ളൂ. ആ പഴയ ആ തിരുവാതിര കളി നമ്മുടെ ഇടയിൽ നിന്നും, നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോവുകയാണ്. കാരണം ട്രെൻഡ് ഇതൊക്കെയാണ്, ഈ തുള്ളലും ഈ ചാട്ടവും ഈ ഓട്ടവും ഒക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡ്. അപ്പോൾ അത്രയും നമ്മുടെ കേരളത്തിന്റെ മഹത്തായ ഒരു കലാരൂപം തന്നെ അന്യം നിന്ന് പോകുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്, വളരെയധികം വിഷമമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ, നമ്മുടെ ഈ തിരുവാതിര കളി, നമ്മുടെ ഈ ഭജനപ്പാട്ട്, അങ്ങനെ പല പല കലാരൂപങ്ങൾ, കഥകളി, ഓട്ടംതുള്ളൽ, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അന്യം നിന്ന് പോവുകയാകുമ്പോൾ ഈ ട്രെൻഡിനനുസരിച്ച് അതിനെയൊക്കെ ഇങ്ങനെ മാറ്റി ഇതുപോലെയുള്ള കോപ്രായങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ്. ഇവരൊക്കെ ഇടുന്ന വീഡിയോയുടെ അടിയിലെ കമൻറ്റുകൾ ഇവർ നോക്കുന്നുണ്ടാവും. ഒന്ന് മാറ്റം വരുത്താൻ ശ്രമിച്ചൂടെ? നമ്മുടെ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോയിക്കൂടെ? നമ്മൾ ഈ കലാരൂപത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ലേ? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇത് കൈമാറേണ്ടതില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു കലാരൂപത്തെയോ അല്ലെങ്കിൽ ഒരു ട്രൂപ്പിനെയോ ആരെയും അടച്ചാക്ഷേപിക്കുകയോ ഒന്നുമല്ല. നമ്മുടെ കേരളത്തിലെ തന്നെ കലാരൂപമായ തിരുവാതിര കളി അന്യം നിന്ന് പോകുന്നത് കാണുന്നത് കൊണ്ടുള്ള പലരുടെയും വിഷമങ്ങളാണ് ഈ ഒരു വീഡിയോ. പലരുടെയും ആവശ്യപ്രകാരം ആണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.